അളവുകോലാണത്. ആദ്യമായി ഖുർആനും ഹദീസും കേൾക്കാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബത്ത് എങ്ങനെ അല്ലാഹുവിൽ വിശ്വസിച്ചുവോ, അല്ലാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിച്ചുവോ, കിതാബുകളിലും പ്രവാചകന്മാരിലും വിശ്വസിച്ചുവോ, പരലോകനാളിൽ അവർ വിശ്വസിച്ചതെങ്ങനെ, ഖദാ ഖദറിൽ അവർ വിശ്വസിച്ചതെങ്ങനെ, അത് മുഴുവനും അതേപോലെ നമ്മളും സ്വീകരിക്കുവാനുള്ള വഴിയുടെ പേര് മാത്രമാണ് മൻഹജുസ് സലഫ്. അത് അംഗീകരിക്കുന്നവനല്ലാതെ മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല. ആ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഒരായത്ത് കേൾക്കുമ്പോൾ അവരാരും ചോദിക്കാത്തവര് ചോദ്യം നമുക്കും ചോദിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിൽ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞാൽ അതിന് ശബ്ദധാരാവലി മറിച്ച് വെച്ചിട്ട് അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും പറയുന്ന ചില മുസ്ലിയാക്കന്മാരുണ്ട് കേരളത്തില്. അല്ലാഹു അർശിൽ ഇസ്തവ എന്ന് പറഞ്ഞാൽ ആസനസ്ഥനായി എന്നെങ്ങാനും അർത്ഥം പറഞ്ഞാൽ, നോക്കൂ മൗലൈമാരെ, വിശുദ്ധമായ ആ ഖുർആനിൻ്റെ ആയത്തിൻ്റെ അർത്ഥം പറയുന്നത് മുസ്ലിയാന്മാര് ശബ്ദധാരാവലി എടുത്തുകൊണ്ടാണ്. ആസനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് സ്വന്തം ബാക്കിലേക്ക് തപ്പി ചൂണ്ടിക്കാണിച്ചിട്ടാ പറയുന്നത്. അപ്പൊ അള്ളാഹ്ക്ക് ഇങ്ങനെ ഒരു വലിയ ആസനം ഉണ്ടല്ലേ, അപ്പൊ അത് ഒതുങ്ങാൻ മാത്രം ഒരു കസേരയും കട്ടിലും വേണമല്ലേ എന്നിങ്ങനെ ശബ്ദധാരാവലി നോക്കിയിട്ടല്ല അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം നടത്തേണ്ടത്. മറിച്ച് മഹാന്മാരായ സ്വഹാബത്ത് അർറഹ്മാനു അലൽ അർശി ഇസ്തവാ എന്ന് തുടങ്ങിയിട്ടുള്ള അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങളെ സംബന്ധിച്ച് അവൻ്റെ കൈ, അവൻ്റെ വിരല്, അവൻ്റെ ചിരി, അവൻ്റെതായ അത്ഭുതം, അവൻ്റെ വരവ് തുടങ്ങിയ ഏത് കാര്യങ്ങളെ പറ്റിയും അവരെങ്ങനെ എപ്രകാരം വിശ്വസിച്ചുവോ അതേപോലെ തന്നെ ഒരു സാദൃശ്യപ്പെടുത്തലില്ലാതെ, അതേപോലെ തന്നെ നിഷേധമില്ലാതെ, തള്ളിക്കളയലില്ലാതെ, ഉപമിച്ചു പറയലില്ലാതെ സമ്പൂർണമായി ഫആമന്നാ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞില്ലേ, അപ്രകാരം അങ്ങ് വിശ്വസിക്കുന്നവന് മാത്രമാണ് യഥാർത്ഥ മുസ്ലിം. അല്ലാത്തവൻ അവൻ്റെ ശബ്ദധാരാവലിയും ഡിക്ഷണറികളുമായി കൊണ്ട് ഇസ്ലാമിൻ്റെ പുറത്തു പോയി അള്ളാഹുവിനെ പരിഹസിച്ചുകൊണ്ട് കാലം കഴിക്കാമെന്നേ നമുക്ക് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളൂ. അതുകൊണ്ട് സഹോദരന്മാരെ, സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ ഇസ്ലാമിനെ മനസ്സിലാക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ ചിലരെങ്കിലും പറയുകയാണ്, ആരായി പ്രസംഗിക്കുന്ന മൗലവി സ്വഹാബത്തിനെ മുഴുവനും തള്ളിയവരല്ലേ, നിങ്ങൾക്ക് സ്വഹാബത്തുണ്ടോ, നിങ്ങൾ സ്വഹാബത്തിനെ അംഗീകരിക്കാത്തവരല്ലേ, നിങ്ങൾ ഇമാമിങ്ങളെ അംഗീകരിക്കാത്തവരല്ലേ എന്ന് ചോദിക്കുന്നു. ഓ പ്രിയമുള്ളവരെ, നിങ്ങൾ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു, നിങ്ങൾ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. ഇങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ പറയുന്നവരോട് വിനീതമായി പറയട്ടെ, നിങ്ങൾ പറയുന്ന എണ്ണിപ്പറയുന്ന 3 ആരോപണങ്ങളും 100% നിങ്ങൾക്കത് ഫിറ്റാവുകയാണ്. അള്ളാന്റെ ഖുർആൻ ഓതിയിട്ടാണ് നിങ്ങൾ ശിർക്ക് സ്ഥാപിക്കുന്നത്. ഖുർആനിൽ ശിർക്ക് സ്ഥാപിക്കാൻ ഒരായത്തുണ്ടാവില്ലെന്ന് ഉറപ്പല്ലേ? അതിൽ തൗഹീദ് സ്ഥാപിക്കാനേ ആയത്തുണ്ടാവുകയുള്ളൂ. എങ്കിൽ പിന്നെ ശിർക്ക് ചെയ്യാൻ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ ഇതാ ഖുർആനിൽ തെളിവുണ്ടെന്നൊരുത്തൻ പറഞ്ഞാൽ മനസ്സിലാക്കാമല്ലോ അതവൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് വ്യാഖ്യാനിച്ചതാണെന്ന്. വഇദാ സഅലക ഇബാദി അന്നീ, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് നബിയെ താങ്കളോട് ചോദിച്ചാൽ ഞാൻ തീർച്ചയായും അവരുടെ സമീപസ്ഥനാണെന്ന് പറഞ്ഞേക്കോ എന്ന ആയത്തെടുത്ത് കാണിച്ചുകൊണ്ട് കേരളത്തിലെ മുസ്ലിയാക്കന്മാര് പറയുന്നത് എന്താണ്? ആയത്ത് നിങ്ങൾ നോക്കൂ, വഇദാ സഅലക എന്നല്ലേ, അള്ളാന്റെ റസൂലിനോട് ചോദിക്കണം എന്നാണ് അതിൽ പറയുന്നത്. അപ്പൊ അള്ളാന്റെ റസൂലിനോട് ആദ്യം ചോദിക്കാതെ നേരിട്ട് അല്ലാഹുവേ എൻ്റെ പാപം പൊറുക്കണേ, എൻ്റെ രോഗം ശിഫയാക്കണേ, മുഅ്മിനായി മരിപ്പിക്കണേ, ഹിദായത്തിൽ ചേർക്കണേ എന്നൊക്കെ ഒരുത്തൻ നേരിട്ട് അള്ളാഹിനോട് പറഞ്ഞാൽ അവന് ഉത്തരം കിട്ടൂല. റബ്ബവന്റെ നേർക്ക് നോട്ടം പോലും നോക്കുകയില്ല. ഈ ആയത്തോതി അർത്ഥം വെച്ച മുസ്ലിയാക്കളെ, നിങ്ങളല്ലേ ഈ സാധാരണക്കാര് മനസ്സിലാക്കണം. ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവർക്കിതൊന്നും അറിയില്ല.
ഒരു കൂട്ടം ന്യൂനപക്ഷമായ മുസ്ലിയാക്കന്മാരാണ് സാധാരണ ജനങ്ങൾ പോലും കേട്ടാൽ ഞെട്ടിത്തെറിക്കുന്ന വ്യാഖ്യാനങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ പറയുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട നിഷ്പക്ഷരായ സാധാരണ ജനങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, അങ്ങനെ ഒരർത്ഥം ആരാണ് ലോകത്ത് വെച്ചത്? മുത്തുനബിയോട് ചോദിക്കാതെ അള്ളാനോട് നേരിട്ട് ചോദിക്കുന്നവൻ മുനാഫിഖാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മുസ്ലിയാക്കളാണ് ഇവിടെയുള്ളത്. അവർക്ക് ഇസ്ലാമുമായിട്ട് ബന്ധമില്ലെന്ന് പറയുന്ന ആളുകളാ ഉള്ളത്. അതേപോലെ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് മറഞ്ഞ കാര്യം അറിയും എന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നില്ല. കാരണം എനിക്ക് മറഞ്ഞ കാര്യം അറിയില്ല ജനങ്ങളെ എന്ന ആയത്തോതിക്കൊണ്ട് മുസ്ലിയാക്കന്മാർ അർത്ഥം വെച്ചത് എന്താണെന്നോ? ഓ നബിയെ പറയൂ, ഞാൻ നിങ്ങളോട് പറയുന്നില്ല. എൻ്റെ അടുക്കൽ അള്ളാന്റെ ഖജാന ഉണ്ട്, പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നില്ല. വലാ അഅ്ലമുൽ ഗൈബ, എനിക്ക് മറഞ്ഞ കാര്യം അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നില്ല എന്ന പച്ചക്കള്ളം അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതിക്കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുന്ന എഴുതുന്ന ആളുകളോട് ചോദിക്കട്ടെ, നിങ്ങളാണോ സ്വഹാബത്തിനെ സ്നേഹിക്കുന്നവർ? നിങ്ങളാണോ താബിഈങ്ങളെ സ്നേഹിക്കുന്നവർ? എങ്കിൽ അങ്ങനെ ഒരു വ്യാഖ്യാനം ഏത് സ്വഹാബിയാണ് പറഞ്ഞതെന്ന് നിങ്ങൾ തെളിയിക്കാൻ ബാധ്യസ്ഥരല്ലേ? മാത്രമല്ല, സ്വഹാബത്തിനെ സംബന്ധിച്ച് നിങ്ങളുടെ വീക്ഷണമെന്ത്? ഖുർആനിനെയും സ്വഹീഹായ ഹദീസുകളെയും സ്വഹാബത്തിനെ മുഴുവനും തള്ളിക്കൊണ്ട് 4 മദ്ഹബിന്റെ വീക്ഷണത്തിൽ നിന്ന് അപ്പുറത്തേക്ക് ആരെങ്കിലും പോയാൽ, അഥവാ പറയുന്ന വാചകം ഇങ്ങനെയാണ്, 4 മദ്ഹബിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോയാൽ, അത് ഖുർആനിലുള്ള വീക്ഷണമായാലും ശരി, സ്വഹീഹായ ഹദീസിലുള്ള വീക്ഷണമായാലും ശരി, സ്വഹാബത്ത് മുഴുവൻ അംഗീകരിച്ച കാര്യമാണെങ്കിലും ശരി, 4 മദ്ഹബ് വിട്ട് പുറത്തു പോകുന്നവൻ പിഴച്ചവനാണ്, പിഴപ്പിക്കുന്നവനാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ കേരളത്തിൽ ഹിക്മത്ത് മാസിക എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു നിലവിലില്ല. അങ്ങനെ ഒരു മാസികയുണ്ടായിരുന്നു. ആ മാസികയിൽ എഴുതിയ വരികൾ എത്ര അപകടകരമാണ്! നിങ്ങൾ ശരിക്കൊന്ന് കേൾക്കണം. 4 മദ്ഹബുകളിൽ പെടാത്ത ഒരു കാര്യം സ്വഹാബത്ത് പറഞ്ഞാലും ആയത്തിലും സ്വഹീഹായ ഹദീസിലും ഉണ്ടായാലും സ്വീകരിക്കാൻ പാടുള്ളതല്ല. കണ്ടോ നിങ്ങൾ, ആയത്തിലും സ്വഹീഹായ ഹദീസിലും ഉണ്ടായാലും സ്വീകരിക്കാൻ പാടുള്ളതല്ല, സ്വഹാബത്ത് പറഞ്ഞാലും സ്വീകരിക്കാൻ പാടുള്ളതല്ല. അപ്പൊ ഖുർആനിനെ തള്ളി, സ്വഹീഹായ ഹദീസുകളെയും തള്ളി, സ്വഹാബത്തിനെ മുഴുവനും തള്ളിയിട്ട് വേണം ഞങ്ങളുടെ വീക്ഷണം അംഗീകരിക്കാനെന്ന് പച്ച മലയാളത്തിൽ എഴുതിവിട്ടിട്ടുള്ള ആളുകൾ ന്യായീകരണം പറയുന്ന വരി നോക്കൂ. സ്വഹാബത്ത് മുജ്തഹിദുകളൊക്കെ ആയിരുന്നു എന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും മദ്ഹബിന്റെ ഇമാമിങ്ങളോട് എതിരായോ മദ്ഹബിന്റെ ഇമാമുകളെയാണ് സ്വീകരിക്കേണ്ടത്. അല്ലാഹുവിന്റെ ഖുർആനിനെ തള്ളിക്കോ, സ്വഹീഹായ ഹദീസിനെ തള്ളിക്കോ, സ്വഹാബത്തിനെ മുഴുവനും തള്ളിക്കോ. എന്നിട്ട് മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ വീക്ഷണത്തെ നീ വാരിപ്പുണർന്നോ എന്ന് പറയുന്ന നിങ്ങളാണോ സലഫികളായ മുജാഹിദുകളായ ഞങ്ങൾക്ക് സ്വഹാബാ സ്നേഹം നിങ്ങൾ പഠിപ്പിക്കാൻ വരുന്നത്? അതുകൊണ്ട് എത്ര ഗൗരവമാണ്! അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെക്കുറിച്ച് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് പാരമ്പര്യം എവിടെയാണ് മുജാഹിദുകളെ? ഞങ്ങൾക്ക് എത്ര വലിയ പാരമ്പര്യമാണ്! ഞങ്ങളുടെ ഉസ്താദ് ഇന്നയാള്, അയാളുടെ ഉസ്താദ്, അയാളുടെ ഉസ്താദ്, അയാളുടെ ഉസ്താദ്, ഇങ്ങനെ എണ്ണി എണ്ണി ഞങ്ങൾക്ക് പറയാനുണ്ട്. ഓ മൗലവിമാരെ, നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് എണ്ണാൻ സാധ്യമാണോ എന്ന് ഈ കടപ്പുറത്തും മലപ്പുറത്തും ഒക്കെ വെല്ലുവിളിച്ചവരുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഞങ്ങൾക്കുള്ള പാരമ്പര്യം ഞങ്ങൾ പ്രഖ്യാപിച്ചത് എന്നും ഏത് കാലത്തും ഞങ്ങൾ ഉറക്കെ പറഞ്ഞ പാരമ്പര്യം എന്താണ്? മാ അന അലൈഹി വസ്വഹാബി, ഞങ്ങളുടെ ജീവനേക്കാൾ ഞങ്ങൾ സ്നേഹിക്കുന്ന ഏറ്റവും മഹാനായ നേതാവ് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണത്. ഞാനും എൻ്റെ സ്വഹാബത്തും നിലക്കൊണ്ട വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതിൽ ആര് നിലനിൽക്കുന്നുവോ അവരാണ് രക്ഷപ്പെട്ട ഈ ഭാഗം. അതുകൊണ്ട് നിങ്ങളുടെ ഉസ്താദിൻ്റെ ഇവിടുന്ന് അങ്ങോട്ടല്ല പരമ്പര ഞങ്ങൾ എണ്ണുന്നത്. ഞങ്ങളുടെ നേതാവാണ് സ്രോതസ്. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടേ എണ്ണുക
കിട്ടുകയുള്ളൂ. അപ്പൊ ഞങ്ങളുടെ കണ്ണിയിലെ ഒന്നാമത്തെ കണ്ണി ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മുഹമ്മദ് നബി അവിടുന്ന് ഇങ്ങോട്ട് സ്വഹാബത്ത്, താബിഈങ്ങള് അവരിവിടെ കാണിച്ചിരുന്ന വിശ്വാസാചാര അനുഷ്ഠാനങ്ങൾ, അതാണ് ഞങ്ങൾ മുറുകെ പിടിക്കുന്നത്. പ്രാർത്ഥന അവനോട് മാത്രം. അതുപോലെ തന്നെ ഔലിയാക്കളെ കുറിച്ച്, ഖബർ കെട്ടിപ്പൊക്കുന്നതിനെ കുറിച്ച്, ഖബർ മുത്തുന്നതും തടവുന്നതും സുജൂദ് ചെയ്യുന്നതും തവാഫ് ചെയ്യുന്നതും ഉറൂസ് കഴിക്കുന്നതും ചെണ്ടയും മദ്ദളവും ബാൻഡ് വീതങ്ങളും ആയിക്കൊണ്ടുവരുന്നത് ഏതേത് കാര്യങ്ങളുണ്ടോ ഞങ്ങളുടെ പരമ്പര മുഴുവൻ ദിക്റുകൾ ചൊല്ലുന്നതിൽ, അതുപോലെ തന്നെ തസ്ബീഹുകൾ ചൊല്ലുന്നതിൽ, ദുആ ഇരക്കുന്നതിലൊക്കെ ഞങ്ങളുടെ പാരമ്പര്യം അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ടാണ് എണ്ണുന്നത്. ആ പാരമ്പര്യമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. അതിനെതിരാണെന്ന് തെളിയിക്കാൻ പ്രമാണബദ്ധമായി ഇന്ന് വരെ ഒരാൾക്കും സാധിച്ചിട്ടില്ല. അതേ അവസരത്തിൽ ഞങ്ങൾക്കാണ് പരമ്പര. ഞങ്ങൾ ഇവിടെ നിന്നൊരു ചങ്ങല കുലുക്കിയാൽ അത് മുസ്തഫയോളം പോയിട്ട് കുലുങ്ങും എന്ന് പറയുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? ഈ കെ സമസ്ത പറയുന്നു AP സമസ്തക്ക് പാരമ്പര്യമില്ല. AP സമസ്ത പറയുന്നു നിങ്ങൾക്ക് ആ പാരമ്പര്യമില്ലാത്തത്. പണ്ട് യഹൂദി പറഞ്ഞില്ലേ നസറാണികൾ ഒന്നിലുമല്ല, നസറാണി പറഞ്ഞു യഹൂദികൾ ഒന്നിലുമല്ല എന്ന് പറഞ്ഞതുപോലെ ഈ കെ സമസ്തക്കാർ, AP സമസ്തക്കാർ, AK സമസ്തക്കാരെ കുറിച്ച് പറയുന്നത് എന്താണ്? സിറാജ് ദിനപത്രത്തിൽ എഴുതിയതെന്താ? വളരെ കൃത്യമായി തന്നെ നമ്മൾ അതൊന്ന് കേൾക്കേണ്ടതുണ്ട്. എന്താണ് അവർ അവരുടെ പരമ്പരയെ കുറിച്ച്, ഈക്കക്കാരുടെ പരമ്പരയെ കുറിച്ച് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന് പറയുന്ന AP മുസ്ലിയാർ പറയുന്നത്? ഇസ്ലാമിൻ്റെ തനതായ പാരമ്പര്യം നിലനിർത്തിപ്പോരുന്നതും പാരമ്പര്യം അവകാശപ്പെടാൻ അർഹതയുള്ളതും സുന്നികൾ മാത്രമാണെന്ന് പൊന്മള പ്രസ്താവിച്ചു. ഇനി കേട്ടോ, വിശ്വാസം മദ്ഹബ് സംബന്ധമായ വിവിധ വിഷയങ്ങളിൽ മുജാഹിദ്, ജമാഅത്ത്, വിഘടിത സുന്നി അത് നിങ്ങൾക്കുള്ള കൊട്ടാണ്. നിങ്ങൾ പണ്ടേ പരമ്പരയില്ലെന്ന് പറഞ്ഞ് തള്ളിയവരാണ്. പക്ഷേ ഉണ്ടെന്ന് പറയുന്ന ജിഫിരി മുത്തുക്കോയ തങ്ങളുടെ സമസ്തയോടാ പറയുന്നത്. ആ കക്ഷികൾക്ക് പാരമ്പര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. സിറാജ് ദിനപത്രത്തിൽ അവരുടെ സെക്രട്ടറിയാണ് എഴുതിയിട്ടുള്ളത്. തീർന്നില്ല. അപ്പൊ ഈക്കക്കാര് വിടുമോ? ജിഫിരി മുത്തുക്കോയയുടെ പാർട്ടി AP സമസ്തയോട് പറയുന്നത് എന്താണെന്നോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെത്തുന്ന പാരമ്പര്യം ഇക്കൂട്ടർക്കുണ്ടത്രേ. വല്ലാത്ത കൗതുക വാർത്തയാണത്. ഇവരുടെ തൊലി ചെണ്ടക്ക് പറ്റുമെന്ന ധാരണയാണ് തിരുത്തപ്പെടുന്നത്. തമാശയായി പോലും സത്യം പറയാത്ത, സാമ്പത്തിക രംഗത്ത് ഹക്കും ബാത്തിലും ഇല്ലാത്ത നിങ്ങളാണോ പണ്ഡിതന്മാരെന്ന് അതായി പുറത്തു നിന്ന് ഈ വിഭാഗത്തിൻ്റെ ജിഫിരി മുത്തുകോയ തങ്ങളുടെ സുന്നി അഫ്കാറിലാണ് പരസ്യമായി ചോദിക്കുന്നത്. അപ്പം ഞങ്ങൾക്കൊരു കാര്യം വ്യക്തമായി, നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും പാരമ്പര്യമില്ല, രണ്ടു കൂട്ടർക്കും അത് അവകാശപ്പെടാനില്ല. അതേ അവസരത്തിൽ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ പറഞ്ഞല്ലോ. ആ പാരമ്പര്യം മഹാനായ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങേ അറ്റത്തേക്ക് എത്തുന്ന വിധത്തിലാണ് നമ്മൾ സമൂഹത്തോട് പറയുന്നത്. മാത്രമല്ല അക്കൂട്ടർ അവരുടെ ഉസ്താദുമാരുടെ പരമ്പര എണ്ണിയപ്പോ OK സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാരുടെ പരമ്പര, അദ്ദേഹത്തിന് ഹദീസ് കിട്ടിയ ഒരു സനദ് അവർ പുറത്തിറക്കിയിട്ടുണ്ട്. ആ പരമ്പരയിലെ ഉസ്താദുമാരങ്ങനെ മുകളിലേക്ക് പോകുമ്പോ ഇവരുടെ സമസ്തയുടെ ആത്മീയ നേതാവായ അഹമ്മദ് റദാ ഖാൻ ബറേൽവി എന്ന് പറയുന്ന മനുഷ്യൻ പച്ച കാഫിറുകളാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാണ് OK സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാരുടെ ഹദീസിന്റെ സനദിലുള്ളത്. വിശദിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകുമോ? അതേ മുഹമ്മദ് ഖാസിം നാനൂത്തവി, ഖലീൽ അഹമ്മദ് സഹാറംപൂരി പോലെയുള്ള ആളുകളൊക്കെ കാഫിറാണെന്ന് അവരെക്കുറിച്ച് പറയാത്തവനും കാഫിറാണെന്നും അവരെ ബഹുമാനിക്കുന്നവരും കാഫിറാണെന്നും പറയുമ്പോൾ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാരുടെ വിധി എന്താണ് മുസ്ലിയാക്കളെ? അപ്പൊ പരമ്പരയിലുള്ള ആളുകൾ പോലും മുസ്ലിമീങ്ങളല്ല എന്ന് സമസ്തയുടെ പതാക നിർമ്മിച്ച് അത് ലോകത്ത് പ്രചരിപ്പിച്ചിട്ടുള്ള റദാ ഖാൻ ബറേൽവി എന്ന് പറയുന്ന നേതാവിന് അഭിപ്രായമുണ്ടെങ്കിൽ പാരമ്പര്യം എവിടെ പോയി?
അതുകൊണ്ട് മുജാഹിദുകളെ, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽക്ക് ഇങ്ങോട്ടുള്ള പാരമ്പര്യമാണ് അവകാശപ്പെടുന്നത്. കേവലം അവകാശവാദമല്ല, അത് 100% യാഥാർത്ഥ്യമാണ്. അത് മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് ജൈത്രയാത്ര തുടരണം. നമ്മൾ നിഷ്ക്രിയരാകാനാണ് ഇവിടെ പലരും ഗൂഢാലോചന നടത്തുന്നത്. പക്ഷേ നമ്മൾ ഒരിക്കലും നിഷ്ക്രിയരായി കൂടാ. നമ്മളിവിടെ അലസരായാൽ ഇവിടെ പൂജകൾ ഇവിടെ എല്ലാ അർത്ഥത്തിലും മുസ്ലിമീങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. കേട്ടില്ലേ നിങ്ങൾ? അതേ ശൈഖ് മടവൂരിനെ കുറിച്ച് ഇപ്പൊ പറയുന്നത് എന്താണ്? ഈ ജില്ലയിൽ അടക്കം ചെയ്യപ്പെട്ട അതേ ശൈഖ് മടവൂർ എന്ന് പറയുന്ന മടവൂർ ശൈഖിന്റെ ഫോട്ടോ ചില തങ്ങന്മാരുടെ സിറ്റ് ഔട്ടിൽ ഉണ്ടത്രേ. ആ സിറ്റ് ഔട്ടിലുള്ള ഫോട്ടോയിലേക്ക് കുറച്ചു നേരം നമ്മളൊന്ന് ഭക്തിയോടെ നോക്കി നിന്നാൽ ആ ഫോട്ടോക്ക് ജീവൻ വെക്കുന്നത് കാണാം. ആ ഫോട്ടോയുടെ മടവൂർ ശൈഖിന്റെ തുറന്നിട്ട കണ്ണുകൾ ഇങ്ങനെ ഇളകുന്നുണ്ടത്രേ. എവിടെ എത്തി? ഫോട്ടോ വെച്ച് പൂജിക്കുന്ന കാലത്തേക്ക് എത്തുകയാണ്. പെണ്ണുങ്ങളെ കൊണ്ട് കാലി തടവിക്കുന്ന ഔലിയാക്കളില്ലേ പലയിടങ്ങളിലും. കാസർഗോഡ് വെച്ച് അതേ സമസ്തയുടെ മുഷാവറ മെമ്പറും അല്ലാത്തവരുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? അവരെ എല്ലാ കാര്യത്തിനും നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഔലിയാക്കന്മാരുടെ കാല് അന്യ പെണ്ണ് തടവിക്കൊടുക്കുന്നുണ്ടെങ്കിൽ മൗലൈമാരെ നിങ്ങൾക്ക് എന്താ ഛേദം? ആ പെണ്ണിന്റെ കൈയിന്റെ അസുഖം മാറാനുള്ള മരുന്നാണ് പോലും അത്. ഇന്നാലില്ലോ എവിടെ എത്തി സമുദായം എന്ന് ചിന്തിക്കണം. ഈ അർത്ഥത്തിൽ ഇങ്ങനെ ലോകത്തിന്റെ കൺട്രോൾ മുഴുവനും മൂപ്പർക്കാണ്. ട്രെയിനുകൾ നിയന്ത്രിക്കുന്നു, ഫ്ലൈറ്റുകൾ നിയന്ത്രിക്കുന്നു, എല്ലാം മൂപ്പരാണ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് മുജാഹിദുകളെ, വിശ്രമിക്കാനായിട്ടില്ല. അക്ഷയുടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോ കോട്ട കൊത്തളങ്ങൾ ഇവിടെ കുലുങ്ങി വിറക്കുന്നുണ്ട്. മർക്കസിലെ പണ്ഡിതന്മാരെന്ന് പറയുന്നവർക്കിടയിൽ ആഭ്യന്തര കലഹങ്ങളുണ്ട്. മുദബ്ബിറുൽ ആലം എന്ന് പറയണം എന്ന് ഒരു കൂട്ടർ സഖാഫിമാരെ. മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാൽ മുശ്രിക്കാകുമെന്ന് ശറഹുൽ മഖാസിദ് പോലെയുള്ള അഖീദയുടെ ഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ട് പേരോട് മുസ്ലിയാരടക്കമുള്ള സഖാഫിമാര് എവിടെ എത്തി? സ്വന്തം ഉസ്താദിനെ മുശ്രിക്കാക്കുന്ന അവസ്ഥയിലേക്കെത്തി. അതേപോലെ തന്നെയുള്ള നിരവധി അനവധി കാര്യങ്ങൾ. ഇസ്തിഗാസ അത് നമുക്ക് അനുവദിക്കപ്പെട്ടതാണെങ്കിലും അതത്ര ചെയ്യേണ്ട കാര്യമല്ല. മഹാന്മാർ എവിടെ നിന്ന് വിളിച്ചാലും വിളി കേൾക്കുമെന്നൊന്നും ഉറപ്പില്ല എന്ന് അതേ ഇവരുടെ അകത്തളങ്ങളിൽ നിന്ന് അടക്കി പിടിച്ച സംസാരമെത്തി. ഇതൊന്നും വെറുതെ വന്നതല്ല. ഈ പ്രസ്ഥാനം ലോകത്തതാ കേരളത്തിൽ മുഴുവനും അവിടെ മുസ്ലിമീങ്ങൾ എവിടെയൊക്കെയുണ്ടോ മലയാളികൾ അവിടെയൊക്കെ അതിശക്തമായി ഈ ആദർശത്തിൻ്റെ പ്രബോധനത്തിന് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ ഫലം തന്നെയാണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആദർശത്തിൻ്റെ ജൈത്രയാത്ര മുറുകെ പിടിക്കണം. പ്രാർത്ഥനയോടുകൂടി മാത്രമേ നമ്മളെപ്പോഴും നമ്മുടെ കാവൽ നമുക്ക് രക്ഷ അല്ലാഹുവാണ്. എവിടെ വെച്ചും നമുക്ക് വിളിച്ചു പ്രാർത്ഥിക്കാൻ റഹ്മാനായ റബ്ബല്ലാതെ നമുക്കില്ല. അതുകൊണ്ട് ജീവിതത്തിൽ മുഴുവനും വിശുദ്ധി പാലിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നമ്മൾ മുന്നോട്ട് പോകണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിൽ നിന്ന് പിരിയുന്നതിൻ്റെ മുമ്പേ അധിക സമയവും പറഞ്ഞിരുന്ന ഒരു പ്രാർത്ഥന കൂടി ഞാൻ എൻ്റെ ഈ മഹാസദസ്സിനെ കേൾപ്പിക്കുകയാണ്. അല്ലാഹുമ്മ ഖ്സിം ലനാ മിൻ ഖശിയതിക മാ തഹൂലു ബിഹി ബൈനനാ വബൈന മആസിക് വമിൻ തഅതിക മാ തുബല്ലിഗുനാ ബിഹി ജന്നതക. അതേപോലെ തന്നെ ومن اليقين ما تهون به علينا مصائب الدنيا ومتعنا اللهم بأسماعنا وأبصارنا وقواتنا ما أحييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا. ആ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നില്ലേ എന്തുമാത്രം വലിയ ആശയമാണ്. ഈ സദസ്സ് വിട്ട് പിരിയുന്നതിൻ്റെ മുമ്പ് പ്രപഞ്ചത്തിൻ്റെ നാഥനായ റബ്ബിനോട് നമ്മൾ മനസ്സ് പൊട്ടി തേടുകയാണ്. റബ്ബേ, ജീവിതത്തിൽ നീ എനിക്ക് ഭയപ്പെടണം. ഏറ്റവും കൂടുതൽ നിന്നെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ കഴിയണം. അതുപോലെ തന്നെ ഏത് മുസീബത്തുകൾ ഉണ്ടായാലും സഹിക്കാനും ക്ഷമിക്കാനും കഴിയും വിധത്തിലുള്ള തഖ്വയും ഈമാനികമായ ദാർഢ്യതയും നീ ഞങ്ങൾക്ക് തരണം.
ഞങ്ങളുടെ മുഴു ചിന്തയും ദുന്യാവായി പോകരുത് റബ്ബേ. ഞങ്ങളുടെ എല്ലാ രൂപത്തിലുമുള്ള ലക്ഷ്യം ആഖിറത്തിലേക്ക് നീ ഞങ്ങളെ മാറ്റിത്തരണമേ അല്ലാ. ആ ലക്ഷ്യം വിട്ടുകൊണ്ടുള്ള ഒരു ജീവിതം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുതേ. ഞങ്ങളെ നശിപ്പിച്ച് കളയുമെന്ന് പറയുന്നവരുണ്ട്, ഞങ്ങളെ പുറത്താക്കുമെന്ന് പറയുന്നവരുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആരോടും ദേഷ്യമില്ല, പക്ഷേ ഞങ്ങളെ ദ്രോഹിക്കാൻ വരുന്നവരെ നീ ഇടപെടണേ അല്ലാ. അതാണ് നമ്മൾ റബ്ബിനോട് ആവശ്യപ്പെടുന്നത്. ഞങ്ങളോട് കരുണ കാണിക്കാത്ത, ഞങ്ങളോട് നീതി കാണിക്കാത്ത ഭരണാധികാരികളെ നീ ഞങ്ങളുടെ മേൽ ചുമതലപ്പെടുത്തരുതേ എന്നും ഇങ്ങനെ അർത്ഥസമ്പൂർണമായ ആശയഗംഭീരമായ എത്രയോ പ്രാർത്ഥനകളുണ്ട്. ഈ പ്രാർത്ഥന പറയാതെ മിക്കവാറും ഒരു സദസ്സില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് പോകാറ് പതിവില്ല എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ, ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും രാവിലെ ഉണർന്നെഴുന്നേറ്റത് മുതൽ നമുക്ക് ദിക്റുകൾ ചൊല്ലാനുണ്ട്. രാത്രി ഉറങ്ങുന്ന അവസരത്തിൽ അവസാനം പറയേണ്ട വാക്കും ഈ നമ്മുടെ ഈ സത്യസാക്ഷ്യത്തിൻ്റെ പ്രഖ്യാപനമാണ്. ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത. നീ ഇറക്കിയിട്ടുള്ള നിന്റെ കിതാബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, നീ അയച്ചു തന്ന നിന്റെ നബിയിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു അല്ലാ. ഇതും പറഞ്ഞിട്ടാണ് നമ്മൾ അവസാനം രാത്രി ഉറങ്ങാൻ കിടക്കുന്നതെങ്കിൽ, ആ രാത്രിയിലെങ്ങാനും ഞാനോ നിങ്ങളോ മരണം വരിച്ചു കഴിഞ്ഞാൽ ശുദ്ധ പ്രകൃതിയോടെ സ്വർഗാവകാശിയായിക്കൊണ്ടുള്ള അന്ത്യമാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് മുത്ത മുസ്തഫ പറയുമ്പോ, അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള എല്ലാ അർത്ഥത്തിലും പാപമോചനം തരണമേ എന്ന് പറയുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത എന്ന് തുടങ്ങുന്ന ദുആ, അത് പകലിലും അതുപോലെ തന്നെ രാത്രിയിലും മറക്കാതെ മിനിമം ഓരോ തവണയെങ്കിലും ചൊല്ലിയാൽ ഏത് സമയത്താണ് മരിക്കുന്നതെങ്കിലും അവൻ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശിയാണ്. ഇത് മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ അടിസ്ഥാനത്തിൽ തന്ന ഓഫറാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. നമുക്ക് കൃത്യമായ അജണ്ടകളുണ്ട്. ആ അജണ്ടയിലേക്ക് മറ്റാരും നമ്മെ പിടിച്ചു മറ്റുള്ള അജണ്ടകളിലേക്ക് കൊണ്ടുപോകാൻ ഇടവരുത്തേണ്ടതില്ല. നമുക്ക് കൃത്യമായ പ്ലാനുകളുണ്ട്, പദ്ധതികളുണ്ട്. അത് ഗ്രാമാന്തരങ്ങളിൽ നമ്മൾ നടപ്പിൽ വരുത്തണം. ഓരോ മഹല്ലിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ കൃത്യമായ പ്രഖ്യാപനങ്ങൾ നമ്മൾ വിശദീകരിക്കണം. ജനങ്ങൾക്ക് തൗഹീദ് പഠിപ്പിക്കണം, സുന്നത്ത് പഠിപ്പിക്കണം. അങ്ങനെ സമൂഹത്തോട് കൃത്യമായി തന്നെ ആദർശങ്ങളും ആശയങ്ങളും പറയുമ്പോൾ ആരുടെ പരിഹാസങ്ങളെയും കുത്തുവാക്കുകളെയും ഒന്നും പരിഗണിക്കാതെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായും വിജയം നമുക്കുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ തിരിച്ചു പോയിട്ട് നിങ്ങളുടെ ഓരോ മഹല്ലുകളിലും ഗ്രാമാന്തരങ്ങളിലും ഈ സത്യസാക്ഷ്യത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ വക്താക്കളാണ് ഞങ്ങളെന്ന് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കണേ. ദുആയോടെ മുന്നേറണേ, തവക്കുലോടെ ജീവിക്കണേ. മാതാപിതാക്കളെ ബഹുമാനിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്ന അവർക്ക് കടമകൾ ചെയ്തു കൊടുത്തുകൊണ്ട് വഫാത്തായ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മുടെ സർവ്വ പ്രാർത്ഥനകളിലും അവർക്കായി പ്രാർത്ഥിച്ചുകൊണ്ട്, അതേപോലെ തന്നെ സർവ്വജനങ്ങളോടും സൗഹാർദ്ദം പുലർത്തിക്കൊണ്ട്, അന്യ സമുദായത്തിലെ ആളുകളാണെങ്കിലും അവരോടും നമുക്കുള്ള കടപ്പാടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ബാധ്യതകൾ എപ്രകാരമാണോ ഏറ്റെടുത്തിട്ടുള്ളത് അപ്രകാരം തന്നെ ബാധ്യതകൾ അവസാനിപ്പിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ സർവശക്തനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സദസ്സിൽ ആയിരങ്ങളുണ്ട്, രോഗങ്ങളുള്ളവരുണ്ട്, പ്രയാസങ്ങളുള്ളവരുണ്ട്, കഷ്ടപ്പാടുകളുള്ളവരുണ്ട്, ഒരുപാട് പ്രതിസന്ധികളാൽ ഇവിടെ വരാൻ കഴിയാത്തവരുമുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ എല്ലാ അർത്ഥത്തിലുമുള്ള ശിഫയും സമാധാനവും സന്തോഷവും നൽകണേ. ഞങ്ങളുടെ സഹോദരങ്ങളതാ അങ്ങ് തുർക്കിയിലും സിറിയയിലെയും ഭൂകമ്പത്തിൽ പെട്ടുകൊണ്ട് ബിൽഡിങ്ങുകൾക്കകത്ത് വെച്ച് മരിച്ചുകൊണ്ട് ശുഹദാക്കളാണവരെന്ന് റസൂലുള്ള പറഞ്ഞ പദവിയിലേക്ക് ഉയർന്നിരിക്കുകയാണ്. അല്ലാഹുവേ, അവർക്ക് നീ ശുഹദാക്കളുടെ പദവി നൽകണേ. അവരിൽ ജീവിച്ചിരിക്കുന്ന കുഞ്ഞുമക്കൾ
മക്കളുണ്ട്, മുലയൂട്ടാൻ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, കുഞ്ഞു പെങ്ങൾ തൻ്റെ അനിയത്തി കുട്ടിക്ക് വെറുതെ ഇങ്ങനെ തൻ്റെ ഷർട്ട് പൊക്കി കൊടുത്തുകൊണ്ട് കരയുന്ന കുഞ്ഞിന് അമ്മിഞ്ഞ കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു കൊച്ചുബാലികയുടെ ആ ചിത്രം കണ്ടിട്ട് കരയാത്ത ഏത് മനുഷ്യരായി ലോകത്തുള്ളത്? അർഹമുർറാഹിമീനായ റബ്ബ് അവർക്ക് സമാധാനം നൽകട്ടെ. ഭൂമിയാണ്, അത് തുർക്കിയിൽ ഒതുങ്ങില്ല, സിറിയയിൽ ഒതുങ്ങില്ല. നമ്മളൊക്കെ ഭൂമി പുറത്താണ് ജീവിക്കുന്നത്. എവിടെയും എന്തും സംഭവിക്കാം പ്രിയമുള്ളവരെ. അർഹമുർറാഹിമീനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും എല്ലാവർക്കും വിജയവും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله.